ആശ്രമത്തിന്റെ പരിസരത്തെത്തിയപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഉണ്ണികളെ, ആ കാണുന്നത് ഒരു ആശ്രമമാണ്, കന്ദർപ്പാശ്രമം. പണ്ടുകാലത്ത് കാമദേവൻ തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് ഇതിന് കന്ദർപ്പാശ്രമം എന്ന് പേരുണ്ടായത്. ഇന്ന് രാത്രി നമുക്ക് അവിടെ അതിഥികളായി കൂടാം. ഈ ആശ്രമത്തിന്റെ അടുത്താണ് സരയൂ ജാൻവി സംഗമം. വിശ്വാമിത്രന്റെയും രാമന്റെയും ലക്ഷ്മണന്റെയും ആഗമനം ആശ്രമവാസികളെ സന്തുഷ്ടരാക്കി. അവർ അതിഥികളെ വേണ്ടവിധം സൽക്കരിച്ചു. വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും ആശ്രമവാസികൾക്കു പരിചയപ്പെടുത്തി. കന്ദർപ്പാശ്രമത്തിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടിയ ശേഷം വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് യാത്ര തുടർന്നു. സരയൂ ജാൻവി നദീതടത്തിലൂടെ നടന്ന് മൂവരും ഒരു ഘോര കാന്താരത്തോടടുത്തു. രാമചന്ദ്ര, ഈ ഘോരവനം ഏതാണെന്നറിയാമോ? വിശ്വാമിത്രൻ പറയാൻ തുടങ്ങി. ഇതാണ് താടകവനം. ഇനി ഇതിലൂടെ വേണം നമ്മുടെ യാത്ര തുടരാൻ. താടക എന്ന രാക്ഷസിയുടെ സങ്കേതമാണ് ഈ കാട്. വാസ്തവത്തിൽ താടക ഒരു രാക്ഷസിയല്ല, ശാപഗ്രസ്തയായ ഒരു യക്ഷിണിയാണ്. യജ്ഞവിഘ്നകാരിണിയായ അവൾ സകലർക്കും ഒരു പേടി സ്വപ്നമാണ്. സമീപത്തുള്ള നളദം, കരൂഷം എന്നീ ജനപദങ്ങൾ അവൾ തകർത്തു കഴിഞ്ഞു. അവളെ ഭയന്ന് ആരും തന്നെ ഈ വഴിയിലൂടെ നടക്കാറില്ല. ജനങ്ങളെ ഉപദ്രവിക്കുന്ന അവളെ നീ നിഗ്രഹിക്കണം. സ്ത്രീവധം പാതകമല്ലേ എന്ന് നീ ശങ്കിക്കുക തന്നെ വേണ്ട. ലോകത്തിനൊരു ബാധയായ അവളെ കൊല്ലുന്നത് കൊണ്ട് നിനക്ക് പുണ്യമേ ഉണ്ടാകൂ. അതിനും കൂടി വേണ്ടി തന്നെയാണ് നിങ്ങളെ ഈ വഴിക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. മുനിസത്തമ്മ, അവിടുത്തെ ആജ്ഞകളെല്ലാം അനുസരിക്കണമെന്ന് പോരുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആചാര്യ വസിഷ്ഠൻ കാര്യങ്ങളെല്ലാം അച്ഛനെ ധരിപ്പിച്ചു കാണും. അതാണ് അദ്ദേഹം നിന്നോട് അങ്ങനെ പറയാൻ കാരണം. എന്നാൽ ശരങ്ങൾ സജ്ജമാക്കിക്കൊള്ളൂ, എന്നിട്ട് വേണം കാട്ടിലേക്ക് കടക്കാൻ. രാമനും ലക്ഷ്മണനും ചാപബാണങ്ങൾ സജ്ജീകരിച്ച് മുനിയുടെ പിന്നാലെ വനത്തിലേക്ക് പ്രവേശിച്ചു. ഉടനെ ശ്രീരാമൻ തിക്കുകൾ മുഴങ്ങുമാറ് വില്ലിന്റെ ഞാൺ വലിച്ച് ഡകാരം പുറപ്പെടുവിച്ചു. ഞാണൊലി വനത്തിലാകെ പ്രതിധ്വനിച്ചു. ഞാണിന്റെ ഒലിയെ തുടർന്ന് കാടിന്റെ വിദൂരതയിൽ നിന്ന് ഒരു അട്ടഹാസം കേൾക്കുകയായി. വിശ്വാമിത്രൻ പറഞ്ഞു, ആ കേൾക്കുന്നത് താടകയുടെ അലർച്ചയാണ്. ജാഗ്രത പുലർത്തണം, അവൾ ഇക്ഷണം നമ്മുടെ മുൻപിൽ ചാടി വീഴും.